Hello and welcome to my series of conversations with men and women as ideas, vision and philosophy define our contemporary world. My guest today is one of the great spiritual teachers of our times. Beyond her teachings, she embodies the highest aspirations of any faith, embodies love and service. She has reached out to hundreds of thousands of people in India and around the world with her message of peace, of compassion, and service in particular to the downtrodden and to the poor. I'm delighted to welcome Mata Amritanandamayi. Amma, you embody so much love, and yet in our lives, for most people, love, particularly in the Western world, is more associated with attachment and grasping, and the loss of love usually leads to unhappiness and sadness. How do you experience the pure love of giving that you do? ബാഹ്യലോകത്തെ ആശ്രയിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത്. കാരണം വെളി രാജ്യക്കാരെ വെളുത്തോലെ കറുപ്പിക്കാം, കറുത്തോലെ വെളുപ്പിക്കാം. സ്ത്രീക്ക് പുരുഷനാകാം, പുരുഷന് സ്ത്രീയാകാം. സ്ത്രീയെ സ്ത്രീയെ കല്യാണം കഴിക്കാം, പുരുഷന് പുരുഷന് കല്യാണം കഴിക്കാം. ക്ലാസ്സിൽ ചർച്ച ചെയ്യാം, ഇഷ്ടമുള്ള സിറ്റിയിൽ പോകാം, ഇഷ്ടമുള്ളപ്പോൾ കെട്ടാം, ഒഴിയാം. തള്ള അടിക്കാൻ പാടില്ല, ടീച്ചർ അടിക്കാൻ പാടില്ല. അത്രയൊക്കെ അവർക്ക് ഫ്രീഡം ഉണ്ടായിട്ടും ദുഃഖം ഉണ്ടാകുന്നു. അവർക്ക് ദുഃഖമുണ്ടല്ലോ. അപ്പോൾ ആ ഫ്രീഡം ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ ആനന്ദം പുറത്തല്ലെന്ന് ശരിക്കും മനസ്സിലാകും. അപ്പം അത് തന്നെ ബാഹ്യവസ്തുക്കളെ ആശ്രയിക്കാതിരിക്കുക. പിന്നെ ലോകത്തിനെയും ലോക വസ്തുവിൻ്റെയും സ്വഭാവം മനസ്സിലാക്കി പോയില്ലേ കിട്ടിയാലും ദുഃഖം, കിട്ടിയില്ലെങ്കിലും ദുഃഖം ഉണ്ടാകും. അപ്പോൾ അത് തന്നെ ഉള്ളതാണ്. വെളിലോകമെന്നല്ല, മറ്റുള്ളവർ ഏതൊരു വസ്തുവിനേക്കാളും മികച്ച വസ്തു വേറൊന്നുണ്ടാകും. അതുകൊണ്ട് ഒരു വസ്തുവൊന്നും പൂർണ്ണമാകാനും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഏതൊരു വസ്തുവിനേക്കാളും മികച്ച വസ്തു ലോകത്തിലുണ്ടാകും. അപ്പോൾ ഒരു വസ്തുവും പൂർണ്ണ ആനന്ദം നമുക്ക് തരത്തില്ല. പുറം ലോകത്ത് അത് കരയ്ക്കൂടെ ബോട്ട് ഓടിക്കാൻ ശ്രമിക്കുന്ന പോലാണ്, ആകാശത്തൊട്ട് കക്ഷത്തിൽ വയ്ക്കാൻ ശ്രമിക്കുന്നത്. ആനന്ദം ഉള്ളിലാണ്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ഉറക്കത്തിൽ ആനന്ദം കിട്ടുന്നുണ്ടല്ലോ, സുഷുപ്തിയിലുള്ള ഉറക്കത്തിൽ. അപ്പോൾ അത് ഉള്ളിലുള്ളതാണ്, അതെപ്പോഴും ഉണ്ട്. പക്ഷെ മറ്റുള്ള ഈ മൗത വെച്ചുള്ള പ്രതീക്ഷിക്കുന്നു, യാചിക്കാൻ, ഇതെല്ലാം വെച്ചിട്ട് താനൊരു യാചിക്കാൻ പോകുന്നു മറ്റൊരിടത്ത്. അപ്പോൾ യാചിക്കാൻ പോകുമ്പോൾ താൻ യാചകനായി തന്നെ മരിക്കുകയാണ്. അതല്ല, തനിക്ക് എല്ലാ ശക്തിയുണ്ട്. സാധാരണ പോട്ടർ തലച്ചമട എടുക്കുന്നു, അതേ തലകൊണ്ട് സയൻറ്റിസ്റ്റ് ആ തലകൊണ്ട് എന്ത് ഉപയോഗിക്കും. അപ്പം അതെല്ലാം കഴിവുണ്ട് എന്നൊരു സ്വയം അറിയുകയും ഈ ആത്മീയം മനസ്സിലാക്കുകയും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സ്ഥിരമായ ആനന്ദം നേടാൻ എനിക്ക് തോന്നുന്നു. സന്തോഷം. What about love of God? You've spoken about ananda, you use the word sneha, but very often when we love God, our love for God is selfish. We love God because we want God to make us happy. We serve other people because we want happiness from serving other people. So is this happiness that we talk about in the English language similar to the ananda that you spoke about? അല്ല, പുറത്തുനിന്നുള്ള സന്തോഷം എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ്. കാരണം അത് ക്ലോക്കിൻ്റെ ബെല്ലമ്മല സുഖം ദുഃഖം, സുഖം ദുഃഖം, സുഖം തരും, ദുഃഖം തരും. സുഖത്തിലേക്കുള്ള ആയപ്പോൾ ദുഃഖത്തിൽ വന്ന് നിൽക്കണം. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. സന്തോഷം എന്ന് ഒരു എണ്ണ വേറൊരു പാത്രത്തിൽ നദിയുടെ ഒഴുക്ക് പോലെ നിരന്തരമായി തന്നിൽ എപ്പോഴും ഏത് സാഹചര്യത്തിലും അത് ഐ ലവ് യു എന്ന് പറയുമ്പോൾ അവിടെ ഞാനുണ്ട്, നീയുണ്ട്, വിടവുണ്ട്. അപ്പോൾ അവിടെ രണ്ട് വരുന്നു. ഐ ആം ലവ് എന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹമാണ്, സ്നേഹസ്വരൂപം, ഇതുപോലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ആനന്ദം എന്ന് പറയുമ്പോൾ അതാണ് താൻ തന്നെ മധുരമായിത്തീരുന്നു. മറ്റുള്ളവന്ന് യാചിക്കുന്ന പോലെ ആകുന്നു, തന്നെ നിന്നുള്ളതല്ല, തന്നെ ഭിന്നമാകാം. അത് നഷ്ടപ്പെടാം, കിട്ടാതിരിക്കാൻ ദുഃഖം ഉണ്ടാകാം. അപ്പം അതൊരു സ്നേഹമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വികാരം എന്നൊക്കെ പറയും. ഇതാണ് ശരിയായ സ്നേഹം. പക്ഷെ അവർ സ്നേഹിക്കുന്നില്ല എന്നല്ല, അവരുടെ അനുഭവത്തിൽ അവർ കുറ്റപ്പെടുത്തില്ല, അവരുടെ അനുഭവത്തിൽ അത് സ്നേഹമായി തന്നെ തോന്നുന്നു.
സന്തോഷിക്കുന്നു. അതൊരിക്കലും തൻ്റെ കൊച്ചിനെ സ്നേഹിക്കുന്നത് മിഥ്യെന്ന് പറയാൻ അവർ സമ്മതിക്കില്ല ഒരിക്കലും. കുഞ്ഞിനെ സ്നേഹിക്കേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കുഞ്ഞിനെ സ്നേഹിക്കണം, പക്ഷേ തൻ്റെ കുട്ടിയുള്ള സ്നേഹം തന്നെ കുട്ടിക്ക് സ്നേഹിക്കുന്ന ഒരു ആയാസമുള്ള ജോലിയായിട്ട് അവർ കാണത്തില്ല. ആയ്ക്കുള്ള സ്നേഹം ഒരായ്ക്ക് ആയാസമുള്ള കർമ്മമല്ല, മനോഭാവമാണ്. അപ്പോൾ ആ മനോഭാവം താൻ ആത്മീയത്തിൽ കൂടെ ഉണർത്തിയെടുത്തിട്ട് നീങ്ങിയാൻ പറ്റാലോ. When we meet great spiritual teachers such as you, we listen, we understand the value of love, of santosham, as you talk about. We read the scriptures, we read the Gita, we read all kinds of books and materials, but somehow we're not able to internalize it, and the minute there is some real pressure, we just collapse and we experience anger, hatred, jealousy, all the negative emotions. In our traditions in India, we have the very important aspect of sadhana, that you do a certain practice, you do a certain preparation, so that when you come under pressure and difficult situations, the intellectual understanding actually endures and translates into real change in personality. What sadhana do you teach and do you recommend? അല്ല, ജീവിതം തന്നെ സാധനയായി മാറുക എന്നുള്ളതാണ് എൻ്റെ സന്ദേശം. അതിൽ സാധന എന്ന് പറയുന്നത് താൻ ആരെന്നറിയുക, തന്നിലേക്ക് നോക്കി താൻ ആരെന്നറിയാണ്. അതൊരു ധ്യാനം പോലുണ്ട്. അത് ഓരോ തലക്കാരുടെ നോക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ചിലർക്ക് പ്രാർത്ഥന പറ്റുള്ളൂ, ചിലർക്ക് ഇപ്പോൾ മാനസിക രോഗമുള്ളവരെ കൂടുതൽ ധ്യാനിപ്പിക്കാൻ പറ്റത്തില്ല. പിരിമുറുക്ക് കൂടിയിട്ട് അസുഖം കൂടും കുറച്ച് സമയത്ത്. അപ്പോൾ അത് ഓരോ തല നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ പറയാൻ അറിവുണ്ട്, ബോധമില്ല. ഇപ്പോൾ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് നീ ബ്രഹ്മമാണ്, തേനെഴുതി നക്കിയാൽ മധുരം കിട്ടത്തില്ല. ടേപ്പ് റെക്കോർഡും ബുക്കും പോലെയുള്ള സത്സംഗം കേൾക്കുന്ന ഗീത വായിക്കുന്ന അത് പ്രവൃത്തി കൊണ്ടുവരുമ്പോൾ നമ്മൾ സാധന ചെയ്യണം, പ്രവൃത്തി അനുഭവതലത്തിൽ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആ സ്നേഹം സാഹചര്യത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം എൻ്റെ വീക്ഷണം ശരി, ഞാൻ എൻ്റേത്, എൻ്റെ വീക്ഷണം, നമുക്ക് അല്ല എൻ്റെ ചില വാക്കുകൾ, എൻ്റെ മതം, എൻ്റെ വീക്ഷണം, അതൊരു മുൻവിധിയോടുകൂടി വരിക. അപ്പോൾ ആരെ കാണുമ്പോഴും ഒന്നീ ആ മുൻവിധിയായിരിക്കും ആദ്യം നിൽക്കുന്നത്. ആ കണ്ണാടി വെച്ച് നോക്കും, അല്ലെങ്കിൽ അയാൾ പറയുന്ന വാക്കുകൾ നമുക്ക് യോജിപ്പില്ലാണ്ട് പറ്റും. ഇങ്ങനെ നമ്മൾ കുറേ ഒരു ഭാണ്ഡമുണ്ട് നമ്മുടെ കയ്യിൽ. ഇതിരിക്കും കാലം നമ്മുടെ കണ്ണ് ശരിക്കും മനസ്സ് തെളിയില്ല, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് തെളിയില്ല. അപ്പോൾ ഒരു ഐസ് രൂപീകരിക്കാനും ഒരു പാത്രത്തിൽ ഒതുക്കാം, വിഷു ക്ലാസ്സിൽ വെള്ളവാതിലേക്കൂടെ പോവാം. അപ്പോൾ ആ നിഷ്കളങ്കത താതാത്മ്യമായിട്ട് നമ്മൾ പിന്നെ ഞാനെന്ന് നമുക്ക് കിട്ടിയില്ലല്ലോ. ഒരിക്കലും ഞാനിക്ക് ആ സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞാൽ 100 കുടത്തിൽ സൂര്യൻ കാണും, സൂര്യൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ തന്നെപ്പോലെ തൻ്റെ ആത്മാവാണ് മറ്റാളെന്ന് കണ്ട് സ്നേഹിക്കാൻ ഒരു ഞാനിക്കേ പറ്റുള്ളൂ. തലയ്ക്ക് മുകളിൽ സൂര്യൻ വരുമ്പോൾ തനിക്ക് നെല്ല് കാണില്ല. അപ്പോൾ ആ ഒരു എല്ലാവരെയും സ്നേഹിക്കണമെങ്കിൽ ആ ഒരു ജ്ഞാനിയാകണം. അല്ലെങ്കിൽ നമ്മൾ നിരന്തര ഈ അഭ്യാസം കൊണ്ട് സാഹചര്യത്തിൽ നമുക്കൊരു പക്ഷേ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൊണ്ട് അതാണ് ലക്ഷ്യം, നമുക്ക് ദേഷിക്കരുത്. ഒരു പ്രാവശ്യം 10 പ്രാവശ്യം ദേഷ്യം മുന്നോട്ട് വീഴും, പിന്നെയും മുന്നോട്ട് പോവാം. അങ്ങനെ അഭ്യാസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാം. സയൻറ്റിസ്റ്റുകളും ഇപ്പോൾ ഒരു വാച്ചൊക്കെ നമ്മൾ വളരെ ശ്രമിച്ചാണ് വാച്ച് ഉണ്ടാക്കിയത്, അതുകൊണ്ട് കറക്റ്റ് ടൈം കാണിക്കുന്നു. അതുപോലെ സാഹചര്യത്തിൽ ആ മനസ്സ് നമ്മുടെ കൈ കിട്ടണമെങ്കിൽ അതുപോലുള്ള അഭ്യാസം നമുക്ക് ആവശ്യമാണ്. എൻ്റെ സാധന പല രീതിയിലുണ്ട്. കർമ്മപദ്ധതിയുണ്ട്, കർമ്മയോഗം എന്ന് പറയും. കാരണം നിഷ്കാമപരമായ കർമ്മയോഗമാണ്. അല്ല അപ്പുറത്തുനിന്ന് പൂവെടുത്ത് ഇത്ര പാത്രത്തിലിടുന്ന പോലെ, അല്ല ആത്മാർത്ഥമാണ് അർച്ചന ചെയ്യുക. ഒരു ലെറ്റർ എഴുതി അഡ്രസ്സ് എഴുതുമ്പോഴാണ് ആ സ്ഥലത്തെത്തുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കി ഒരു മെഷീൻ മേടിച്ചാൽ എവിടെ ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം. അപ്പോൾ അതിനെ ജ്ഞാനം മനസ്സിലാക്കി കർമ്മം ചെയ്യുക, അതാണ്. അപ്പോൾ കർമ്മയോഗമുണ്ട്. അതിൽ കർമ്മയോഗം എന്ന് പറയുന്നത് നാമജപം വെറും വേറിട്ടൊരു ഈശ്വരനെ അല്ല സങ്കല്പിക്കുന്നത്. തന്നിലുള്ള അതിനുള്ള അവയർനെസ് കൊണ്ടുവരാനുള്ള പ്രാർത്ഥന. ജീവിതം ഒരു പൂജയായി മാറുക, ധ്യാനമായി മാറുക, പ്രാർത്ഥനയായി മാറുക, അങ്ങനെ ആക്കി തീർക്കണം. അപ്പം അതിൽ മെഡിറ്റേഷൻ ഉണ്ട്, അവരവരുടെ സ്വഭാവം അനുസരിച്ച് ഉപദേശിക്കുന്ന പലതുണ്ട്. Could Amma explain to us what forms of meditation she teaches and recommends? You know, we have so many people watching this program, and what would be a simple meditation that Amma would urge viewers to practice and follow, that they may begin to experience greater love? She spoke about selfless action,
so that they may be able to practice selfless action. അങ്ങനെയല്ല ഇപ്പോൾ അട്ടപ്പാട് പോലുള്ള ആൾക്കാർക്ക് അവർക്ക് ആത്മാവെന്ന് പറയുമ്പോൾ തിരിച്ചറിയില്ല, അവർക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അവർക്ക് അവ മനസ്സ് പൂജ ചെയ്യാറുണ്ട്, ഇഷ്ടമൂർത്തിയെ സങ്കല്പിച്ച്. എങ്കിൽ നിർഗുണമായ ഈശ്വരൻ നമ്മുടെ മനസ്സിന് ഒരു നടക്കാൻ വയ്യാത്ത കുട്ടിക്ക് ഒരു ഇതിൽ പിടിച്ച് നടക്കാൻ ശ്രമിക്കുന്ന പോലെ, നീന്താൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്പോഞ്ച് കൈ പിടിച്ചുകൊണ്ട് നീന്താൻ അഭ്യസിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞത് കളയാം. അതുപോലെ അവർക്ക് പ്രാർത്ഥന, പക്ഷേ ധ്യാനവും പ്രാർത്ഥനയൊന്നും ഭിന്നമല്ല, മനസ്സിനെ തൻ്റെ കൈ കൊണ്ടുപോകാനുള്ള രൂപസങ്കല്പമുണ്ട്. പിന്നെ എവിടെ ഇരുന്നും ചെയ്യാവുന്ന മറ്റേ യോഗ പ്രാണായാമമൊക്കെ പ്രത്യേക ഒരു സ്ഥലത്തിരുന്ന് പിന്നെ മുറുകിയ വസ്ത്രമിട്ട് ചെയ്യരുത്, ലൂസാക്കണം. അടിപ്പാവാട മുറുക്കി കെട്ടരുത്, സ്ത്രീകൾ ലൂസാക്കണം. ഫാൻസ് ലൂസാക്കണം, ഫാൻസ് അല്ലാണ്ടിരിക്കണം. പിന്നെ ഒരു സമമായുള്ള സ്ഥലത്ത് വേണം പ്രാണായാമമൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളതൊന്നും അടുപ്പിക്കില്ല. ചുമ്മാ ഒരു നീ ശ്വാസം എടുക്കുമ്പോൾ ബോധത്തോടു കൂടി ആ ശ്വാസത്തിൽ ബോധം മനസ്സ് വെച്ചുകൊണ്ട് ബോധത്തോടുകൂടി എടുക്കുകയും വിടുകയും ചെയ്യുക, അങ്ങനെ പറയും. അപ്പോൾ ഒരു തന്നിൽ തന്നെ ഓരോ കർമ്മത്തിലും കണ്ട് ചെയ്യാൻ, എല്ലാത്തിനെയും കണ്ടുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടല്ല സംസാരിക്കുന്നത്, തോന്നുന്നു സംസാരിക്കുക, തോന്നുന്നു പ്രവർത്തിക്കുക, അല്ല കണ്ടുകൊണ്ട് ശരിക്കും കേട്ടുകൊണ്ട് സംസാരിക്കുക, കണ്ടുകൊണ്ട് ചെയ്യുക. അപ്പോൾ എന്തും ബോധത്തോടാണ്. ഇങ്ങനെ ആദ്യം ശാസ്ത്രത്തെ വലിച്ചു മുറുക്കാൻ പറയില്ല, കാരണം അതൊരു 4 ഇടങ്ങളിൽ കയറുന്നതിൽ 10 ഇടങ്ങളിൽ കയറുന്ന ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരു തുമ്പെടുത്തതിൻ്റെ ശ്വാസം മൂക്കി പിടിച്ചിട്ട് ശ്വാസം പെയിന് വിടാൻ പറയും, കുറച്ച് ശക്തമായിട്ട് വിടാൻ പറയും, വലിച്ചു വിടാൻ പറയും. എത്ര കണ്ട് ആ തുമ്പ് കഴിയുന്നു, എന്നിട്ട് അവരുടെ മനഃശക്തി നോക്കും. അങ്ങനെയൊക്കെ പ്രാണായാമം പഠിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ സിമ്പിളായിട്ടുള്ള മാവും എന്നുള്ളത്, അത് ഭാവനയും മനസ്സിലങ്ങനെ ഭാവിച്ചുകൊണ്ട് എടുക്കുക, വിടുക, പിന്നെ കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുക, പിന്നെയും മായെന്നെടുക്കുക, ഉള്ളിലോട്ട് ഭാവിച്ചെടുക്കുക, പുറത്തോട്ട് പോകുന്ന ഭാവിച്ച് വിടുക, പിന്നെയും റിലാക്സ് ആയിരിക്കുക. അതിനുശേഷം റിലാക്സ് മതി, ഇടയ്ക്ക് വേണ്ട. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം 20 പ്രാവശ്യം തുടങ്ങി സ്റ്റെപ്പായിട്ട് ഒരു 10 മിനിറ്റ് ചെയ്യുക, പിന്നെ 15 മിനിറ്റ്, അങ്ങനെ പിന്നെ കൂട്ടി ഒരു പുതിയ വണ്ടി വാങ്ങിയാൽ നമ്മൾ ഹൈ സ്പീഡ് വിട്ടാൽ അത് കേടാകും. ടോണിക്ക് 2 സ്പൂൺ കുടിക്കേണ്ട കുത്തുകൂടെ കുടിച്ച അപകടമാണ്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പായിട്ട് അവരെ പഠിപ്പിക്കാവുള്ളൂ, കുറച്ച് നേരം. പിന്നെ എല്ലാവർക്കും ഒരേ രീതി. ഇത് മാവം എന്നുള്ളത് ബാത്റൂമിൽ ഇരുന്നും വണ്ടി ഇരുന്നും നടക്കുമ്പോഴും ഭാവിക്കാം, പക്ഷെ ശരീരത്തിന് ഇങ്ങനെ ലൂസാക്കണമെന്നൊന്നുമില്ല. അത് ശ്വാസത്തിലുള്ള ഗതിയാണ്. പക്ഷെ വലിച്ചു മുറുക്കി ശ്വാസം വിടുക പറഞ്ഞാൽ അത് വളരെ കെയർഫുള്ളായിരിക്കണം. പിന്നെ തുടക്കക്കാരനെ കണ്ടമാനം ധ്യാനിപ്പിച്ചാൽ അവർ ഉറക്കം നിൽക്കാം, മെൻ്റലായിട്ട് അസുഖം വരാം. ഗുണം ചെയ്യുന്നതാണ്, ടോണിക്ക് ഗുണമാണേലും അത് നമുക്ക് അപകടകരമാണ്. അതുകൊണ്ട് ഇത് മാവും, പക്ഷെ ഏറ്റവും ഗുണമാണ്. ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു വിശ്രാന്തി കിട്ടും. സാധാരണ മനുഷ്യൻ ഒരു പോസ്റ്റാണ് താമസിക്ക് ട്രാൻസ്ഫറാണ്, പക്ഷെ ശാസ്ത്രം പഠിച്ചാക്ക് മനസ്സ് പോയാൽ തിരിച്ചുകൊണ്ടുവരുന്ന കഴിവുണ്ട്. ഇതൊന്നും ലോകത്തുള്ള ശാസ്ത്രം പഠിച്ചവരല്ല, അപ്പോൾ അവരുടെ മനസ്സിനെ തിരിച്ചുകൊണ്ടുവരാൻ കഴിവില്ല. പെട്ടെന്ന് ആവേശത്തിന് അങ്ങേര് ദിവസം കഴിഞ്ഞ് തലയ്ക്കോ ചൂടാക്കി വട്ടുപിടിച്ച് നടക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഞാൻ ഉപദേശിക്കില്ല. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പുറത്ത് പോകുമ്പോൾ പറയുന്നത്. പ്രാർത്ഥന, ഇച്ചിരി നേരം ശ്വാസം ശ്രദ്ധിക്കുക. അല്ലാത്ത നോക്കി കണ്ടിട്ട് അവർക്ക് ഹാർട്ട് അസുഖമുണ്ടോ, പ്രഷർ രോഗമുണ്ടോ, പ്രഷറുള്ളവർക്ക് ശക്തമായിട്ടൊന്നും വലിച്ചു മുറുക്കി എടുക്കരുത്. സിമ്പിളായിട്ട് റിലാക്സ് ആയിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഹാർട്ട് അസുഖമുള്ളവർക്കും വലിച്ചു മുറുക്കി എടുക്കാൻ പാടില്ല. അങ്ങനെ തലയ്ക്ക് അങ്ങനെ ചില അസുഖങ്ങൾ നോക്കണം നമ്മൾ. പ്രഷറൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. ഇത് അമ്മ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള അപകടം വരെയില്ല. അതുകൊണ്ട് എനിക്ക് ധ്യാനം എന്ന് പറയുന്ന ഇതാണ്, സൂക്ഷിക്കണം. അതുകൊണ്ട് You're watching a conversation with Mata Amritanandamayi. We'll be right back after a short break. Don't go away. रॉबर्ट, तुम माइकल को साइकिल पर लेकर वर्सोवा बीच चले जाओ. हमारा 50 लाख का सोना वहाँ आने वाला है. बॉस, अब तो हमारे देश के लोग BIS हॉलमार्क देखे बिना सोना नहीं खरीदते. रॉबर्ट, ये BIS हॉलमार्क क्या है? BIS हॉलमार्क यानी सोने की शुद्धता की पहचान. सोना खरीदते समय BIS हॉलमार्क का निशान जरूर देखें. बॉस, अब तो मैं आपसे शादी नहीं करूंगी. सुना रॉबर्ट, अब मोना को भी चाहिए BIS हॉलमार्क वाला सोना. Welcome back to a continuing conversation with the great spiritual teacher of our times, Mata Amritanandamayi. You were talking about taking things step by step, slowly, not doing anything dramatic.
For many people, you are God. And do you have a personal sadhana? Do you do a practice every day to stay in touch with your God? And in what ways do you see God? How do you see God? Does he take form, shape? Is there an Ishtadevta, that a particular deity that you worship? What is your relationship to God, and what is your journey to God? എൻ്റെ ഈശ്വരന് രൂപമുണ്ട്. നിങ്ങൾ ഒരു ഈശ്വരനാണ്, മക്കളൊരു ഈശ്വരനാണ്. എൻ്റെ ഈശ്വരന് ഈ സനാതനധർമ്മം സൃഷ്ടി സൃഷ്ടാവരണ്ടല്ല, ഒന്നാണ്. കാരണം നമുക്കറിയാം വൃക്ഷക്ഷേത്രം, ഗൗളിക്ഷേത്രം, പക്ഷിക്ഷേത്രം, മൗണ്ടൻ, നദി, ഇതൊക്കെയാണ് പ്രകൃതിയെ ആരാധിച്ച സമ്പ്രദായം പണ്ടുള്ളത്. പക്ഷേ പ്രാകൃത ഭക്തി എന്ന് നമുക്ക് പലപ്പോഴും തോന്നാം. പിന്നെ ഹനുമാൻ ആരാധിക്കും, കുരങ്ങിനെ കുരങ്ങ് മനസ്സാണ്, നിനക്ക് ഈശ്വരനാകാം, തത്വമസിയാം എന്നൊക്കെ പഠിച്ച് ഈ ശാസ്ത്രം പഠിപ്പിക്കും. സൃഷ്ടി സൃഷ്ട രണ്ടല്ല, ഒന്നാണ്. സമുദ്രവും തിരയും രണ്ട. സമുദ്രത്തിലും വെള്ളമുണ്ട്, തിരയിലും വെള്ളമുണ്ട്. സ്വർണ്ണം കമ്മലും മാലിനുണ്ട്, സ്വർണ്ണത്തിലും കമ്മലും മാലുണ്ട്, കമ്മലും മാലിലും സ്വർണ്ണമുണ്ട്. ഈശ്വരൻ ആകാശനപ്പുറത്തിലെ സകല ചരാചരം കുടികൊള്ളുന്നതാണ്. അപ്പം അവരെ സ്നേഹിക്കുക, സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സങ്കല്പം. അപ്പോൾ ഈശ്വരനെ വിട്ട് ഒന്നുമല്ല, ഈശ്വരനെ ഉള്ളു ലോകത്തിൽ. ഈശ്വരനെ അല്ല ഒന്നുമില്ല, സയൻസ് ജഡവസ്തു ഇല്ലെന്നല്ലേ പറയാം. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെയാണ് എൻ്റെ ഈശ്വരൻ. പിന്നെ സാധന ചെയ്ത് എന്താണോ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളിൽ, കാരണം ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം. ഒരു പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം ശാസ്ത്രങ്ങൾ കിട്ടി, ജീവിതത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം വയറ്റിപ്പഴപ്പിന്, ആത്മാവിനുള്ള ഇത് ആധ്യാത്മത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. രണ്ടും നമുക്ക് രണ്ടും ഭിന്നമല്ലെങ്കിലും സമുദ്രം നീന്തി പഠിച്ചേരി ആസ്വദിക്കാൻ അല്ലാത്തതും തള്ളുന്നത്, രണ്ടും ഭിന്നമല്ല. പക്ഷെ ഇത് കിട്ടാറില്ല ഇന്ന്. അപ്പം എനിക്ക് എൻ്റെ സങ്കല്പം ഇതാണ്. പിന്നെ സാധന ചെയ്തെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് എപ്പോഴും നമ്മൾ ഒരു നല്ല ഗുണങ്ങൾ വരുന്നത്, നല്ല പ്രവർത്തിക്കുന്നത് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ചെവി കേൾക്കാത്ത, നാക്ക് തിരിയാത്ത കുട്ടികളുണ്ട്, ആക്ഷൻ കാണിച്ച് പഠിപ്പിക്കും. പക്ഷെ എനിക്ക് ചെവി കേൾക്കാത്ത, നാക്ക് തിരിയാത്തോണ്ടല്ല. ഇതിൽ തേക്ക് വൃക്ഷച്ചുവട്ടിൽ ചീരയും പയറൊക്കെ നടും, പിന്നെ വെള്ളം ഒഴിക്കും. പക്ഷേ തേക്കനല്ല ഒഴിക്കുന്നത്, ചീരയ്ക്കാണ്. അതുപോലെ എന്നിൽ എനിക്കൊരു തുടക്കവുമില്ല, ഒടുക്കവുമില്ല, യാത്രയുമില്ല. ഒരു വണ്ടിയിൽ ഒരു തേരിലിരിക്കുന്ന ഒരാളല്ലേ വണ്ടി പോകുന്നു, അതിനകത്തിരിക്കുന്ന ആൾ അതിനകത്ത് തന്നെ ഇരിക്കുന്നു. അതുപോലെ തന്നെ കാഴ്ചയിൽ തോന്നാം, മക്കളെ തോന്നാം, കാഴ്ചയിൽ തോന്നാം എനിക്ക് യാത്രയുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ എന്നെ തന്നെയാണ്. Science teaches impersonal cause and effect. Every action has an equal and opposite reaction. And so it's impersonal. And the same thing that in our study and understanding of karma in the East, every action has a reaction, and we live the consequences of our karma. So through prayer and worship, is it possible to change the consequences and implications of our actions and the karma that we have accumulated? അല്ല, നമ്മളിപ്പോൾ ഒരു വീട് തൂത്ത് പോവുകയാണെങ്കിൽ അഴുക്കുകൾ മാറുന്നില്ലേ? ശരീരത്തിന് അധികം ഒരു ഓർഗൻ ഉണ്ടെന്ന് സയൻറ്റിഫിക് അവരും തെളിയിച്ചിട്ടുണ്ട്. വെല്ല് കട്ട് ചെയ്തിട്ട് എക്സ്റേ എടുത്ത് പ്രൂഫ് തെളിയിച്ചിട്ടുണ്ട്. അപ്പം ശരീരത്തിന് അത് ഓർഗനുണ്ട്. അത് ചെയ്ത് നമ്മളിൽ എപ്പോഴും ദേഷ്യവും അമർഷവും കലുഷവും ഒക്കെ ഉള്ളൊരു മനസ്സാണെങ്കിൽ ആ ഓറ പുക പിടിച്ച പോലെ ആകും. ഇപ്പോൾ കണ്ണാടി പുക പിടിച്ചാൽ പുറത്തുള്ള പ്രകാശം അകത്തും കിട്ടിയില്ല, അകത്തുള്ള പുറത്തും കിട്ടത്തില്ല. ഇപ്പം അത് അങ്ങനെ ആകുമ്പോൾ ഇവർ ഈ കർമ്മസിദ്ധാന്തം വരാൻ കാരണം, വിശ്വസിക്കാൻ കാരണം, ഇപ്പം രണ്ടുപേര് ഇൻ്റർവ്യൂവിന് പോയി, സെയിം വിദ്യാഭ്യാസമാണ് അവർക്ക്. ഒരാൾ 10 ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇൻ്റർവ്യൂ ചെയ്ത ആൾ 10 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒരാൾ 10 റിപ്ലൈ കൊടുത്തു, ഒരാൾ 8 കൊടുത്തുള്ളൂ ഉത്തരം. 8 ഉത്തരം കൊടുത്ത ആളെ ഇൻ്റർവ്യൂ ജോലിക്കെടുത്തു, 10 കൊടുത്ത ആൾ എടുത്തില്ല. ഇൻ്റർവ്യൂ ചെയ്ത മനുഷ്യൻ്റെ മനസ്സിനെ അലിയിക്കുന്ന കൃപ നമുക്കില്ലാതെ പോയി. അപ്പം ആ കൃപ വരുമ്പം എങ്ങനെയാണ് പലരും ഒരു 100 ഇൻ്റർവ്യൂ പോയാലും കിട്ടത്തില്ല, ചിലർ 1 പോയാൽ കിട്ടുന്നു. ഇതൊക്കെ ഇവിടെയാണ് നമ്മുടെ കർമ്മസിദ്ധാന്തത്തിന് പ്രസക്തി വരുന്നത്. ചില വീടുകളിൽ ഈ മാറി രോഗങ്ങളുണ്ടാകുക, ബന്ധങ്ങളകലുക, അവമൃത്യു മരണങ്ങളുണ്ടാകുക, ഒരു യുക്തി നിരക്കാത്ത ചില കുടുംബങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ കണ്ടുവരുമ്പോൾ അത് എങ്ങനെ വരികയാണ് എൻ്റെ ഉദ്ദേശം ഓരോ മരണം ഒരു വാക്കഴി സ്റ്റോപ്പ് ഇടുന്ന പോലെയാണ് അടുത്ത് എഴുതാൻ ഉള്ളത്. അപ്പോൾ അനുഭവതലത്തിൽ പുനർജന്മമുണ്ട്,
എന്ന് വിശ്വസിക്കാതിരിക്കാൻ വയ്യ. ഈശ്വരൻ ഭിന്നമല്ല, നമ്മളിൽ തന്നെ ഉണ്ട്. അല്ല കുഞ്ഞ്, നിനക്ക് രാവണനുമാകാം, രാമനുമാകാം, കംസനുമാകാം, കൃഷ്ണനുമാകാം. എല്ലാ രണ്ട് ഗുണങ്ങളും ഉണ്ട്. ദേഷ്യവും സ്നേഹവും ഉണ്ടല്ലോ. നമ്മളിൽ തന്നെ സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്. ആ സ്നേഹത്തെ ഉണർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓറ സ്വർണ്ണരശ്മിയുടെ കളറാവുന്ന, അപ്പം ഏതിനും നമ്മളൊരു അട്രാക്ഷൻ ഉണ്ട്, ഒരു കാന്തം പോലെ ആകും. കാന്തം മനസ്സങ്ങനെ നല്ല ഗുണം ചെയ്തൊരു മനുഷ്യൻ കാന്തം പോലെ ആകും. അപ്പം അതിനെ അറിയാതെ ഒരു ആകർഷണം വരുന്ന പോലെ. അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്തവർ ഈ ജന്മത്തിൽ, അപ്പം പ്രാർത്ഥന അങ്ങനെയുള്ളത്. അപ്പം പ്രാർത്ഥനയിലൂടെ നമ്മളിലെ ദേഷ്യം വരുമ്പോൾ നമ്മുടെ തരങ്ങൾക്ക് വ്യത്യാസം, കാമം വരുമ്പോൾ നമ്മുടെ ശരീരത്തെ തരങ്ങൾക്ക് വ്യത്യാസം, സ്നേഹം വരുമ്പോൾ തരങ്ങൾക്ക് വ്യത്യാസം, ചിരിക്കുമ്പോൾ തരങ്ങൾക്ക് വ്യത്യാസം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയിലും ഈ ഗുണങ്ങളും നമ്മുടെ യോറ അതനുസരിച്ച് നിൽക്കുമെന്ന് പറയും. അപ്പോൾ അതാണ് പ്രാർത്ഥന. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് നമുക്ക് വഴി തെളിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്ന കുഞ്ഞ് നല്ല തരംഗങ്ങളല്ല, നല്ല ഭാവനയോടുകൂടി പ്രതീക്ഷിച്ചുകൊണ്ടല്ല എനിക്ക് നല്ല ഗുണങ്ങൾ തരും, അല്ല ഇത് സാധിച്ചു തരും എന്നുള്ള പ്രാർത്ഥനയാകുമ്പോൾ അതൊരു വികാരം, അതൊരു ഭക്തി എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അതൊരു പ്രാർത്ഥനയാണല്ലോ, ഒരു ദ്രോഹിക്കുന്ന മനസ്സല്ല. അതൊരു ദ്രോഹിക്കുന്ന മനസ്സല്ല, എങ്കിലും ഒന്നുകൂടെ പവിത്രത, നല്ല ഗുണങ്ങൾ വരൂ, ശക്തി തരൂ എന്നുള്ള ആ ഒരു ഭാവന പ്രാർത്ഥിക്കുമ്പോൾ പെർഫ്യൂം ഫാക്ടറി പോകുന്ന പോലെയാണ്. You're watching a conversation with the great spiritual teacher of our times, Mata Amritanandamayi. We'll be right back after a short break. Don't go away. क्या नेपाल में राजशाही पूरी तरह खत्म कर लोकतंत्रात्मक गणतंत्र की स्थापना की जानी चाहिए या वहाँ संवैधानिक राजतंत्र होना चाहिए? राजशाही के अपने तार जो है वहाँ की संस्कृति के साथ जुड़े हुए हैं, लोगों की आस्थाओं के साथ जुड़े हुए हैं। पूरा खत्म होना चाहिए या नहीं राजतंत्र, ये फैसला नेपाल की जनता के हाथ में है। ये हम बाहर के, कोई दूसरे मुल्क के, कोई पार्टी, हम ये तय नहीं कर सकते। रविवार रात 10 बजे सिर्फ GD न्यूज पर। आमने सामने के प्रायोजक इमामी फेयर एंड हैंडसम, बी फेयर एंड बी हैंडसम, नो मोर छुप छुप के। Welcome back to a continuing conversation with Mata Amritanandamayi. You have been so remarkable in the number of universities, hospitals, housing for the poor, and social development projects that you have been able to build and support at a time when most social initiatives and projects by other groups, such as the government or most private agencies, collapse, particularly when they're looking at the poor and in community-oriented projects. What is the secret of your organizing, administrating success that you're able to galvanize so many people to work so efficiently with honesty and integrity? എൻ്റെ കാരുണ്യമാണ് സമൂഹത്തിൻ്റെ വളർച്ചയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു വിജയമായി വരുന്നതായിരിക്കാം നിങ്ങൾ കാഴ്ചയിൽ. അങ്ങനെ ചിന്തിക്കുന്നുള്ളു. ഗവൺമെൻറ് ഇപ്പോൾ ഒരു ക്ലാസ് എണ്ണ എടുത്ത് 10 ക്ലാസ്സിലേക്ക് 100 ക്ലാസ്സിലേക്ക് പകർത്തുമ്പോൾ പറ്റി അവസാനം എണ്ണ കുറച്ച് ചിലപ്പം ഇത്തിരി ഇങ്ങനെ മാറി മീറ്റിംഗ് ഓടി ചർച്ച ചെയ്ത് അങ്ങനെ പല കൈവഴി പോയപ്പോൾ മുട്ടിക്കുന്നതല്ല, അങ്ങനെ ചെന്ന് പറ്റുമ്പോൾ താഴെ എത്തുമ്പോൾ കുറച്ചേ എത്തുള്ളൂ. പക്ഷെ നമ്മുടെ അടുത്ത് 10 പൈസ കിട്ടിയാൽ നമ്മുടെ പ്രയത്നം കൂടിയുണ്ട്, സമൂഹത്തിൻ്റെ വളർച്ചയും ആ കാരുണ്യം കൂടി വെച്ചിട്ട് നീങ്ങുന്നുണ്ട്. ആ 10 പൈസ 1000 പൈസയായിട്ട് ലോകത്തിലെത്തുന്നു. അങ്ങനെ ഒരു രീതിയുണ്ട്. പിന്നെ സമൂഹ കാരുണ്യം വിജയം ചിന്തിക്കുന്നുള്ളു, വേറൊന്നും ചിന്തിക്കുന്നില്ല. അത് പിന്നെ മക്കളുടെ കാഴ്ചയെ വളർച്ചയായിട്ട് തോന്നുന്നതായിരിക്കും. Many institutions don't survive after the guiding spirit has moved away, and they tend to collapse and sort of become corrupted. Do you have the faith that with all these institutions that you create and they have your abiding presence, your blessings, your guidance, that you have created systems and processes that will survive your absence? And what are these elements? ഞാൻ കഴിഞ്ഞ ഒരു ക്യാൻസലാണ് ടുഡേ ആകത്തില്ല. ഈ നിമിഷമേ നമുക്കുള്ളു. നമുക്ക് എന്ത് ഉപ്പുവല്ല തണലുള്ള വെളിച്ചപ്പിൻ്റെ കാടിനെ കുറയ്ക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ചിന്തിക്കുന്നത്. നാളെ ഇപ്പോഴിരിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് അവർ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഞാനൊരു ബോർഡ് പോലാണ്, കാറിങ്ങനെ വണ്ടി ഓടിച്ച് പോയിട്ട് കാറിൻ്റെ പ്രകാശം ബോർഡിൽ തട്ടിയൊരുവിധം പെയിൻ്റ് ഉണ്ട്, തിരിച്ച്
ഇത് ചെയ്യും. എന്നിട്ട് ബോർഡ് പറയാണ് എൻ്റെ കഴിവുകൊണ്ടാണ് വഴി തെറ്റാതെ ആക്ഷനില്ല പോകുന്ന പോലെ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെയാണ്. അമ്മ ശരി എല്ലാ ചെറിയ കാര്യം കൂടെ ശ്രദ്ധിക്കും, ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കിട്ടി, ഇതുവരെയുള്ള കുട്ടികളാണ്. പിന്നെ നാളത്തെ എനിക്ക് ചിന്തിക്കാൻ വയ്യ. അവരെയൊക്കെ നോക്കി അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം, നാളെ ആകട്ടെ. ഓട്ടെ, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ സൂചി വരും ഇഡ്ഡലിപ്പ് പറഞ്ഞാൽ അതുകൂടെയും പശുവിൻ്റെ പോച്ച തൊട്ട് ഇങ്ങനെ നോക്കേണ്ടി വരുന്നുണ്ട്. Amma, so many people regard you as God, they worship you, they visualize you in their meditations. Does God feel beyond love and caring? Do you feel anger, pain, anguish? When you see suffering, do you feel the pain? When you see something going wrong, do you get upset because you want to correct it? How does God feel? എൻ്റെ അടുത്ത് ധാരാളം പേര് വരും. ചിലപ്പോൾ ക്യാൻസർ വന്ന് ഇനി ഒരു 30 ദിവസമേ ഉള്ളൂ എൻ്റെ ഭർത്താവിന്, 2 കുട്ടികളായിട്ട് വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലോകത്തു നിന്നുള്ള വിടുന്ന ഒരു സങ്കല്പത്തിലുള്ള ഒരു ദുഃഖമുണ്ട്. ഈ ഭാര്യ അതുവരെയും മമത വെച്ച് എനിക്ക് അദ്ദേഹം മരിച്ചു പോയാൽ എൻ്റെ കുട്ടികൾക്കാരുണ്ട് ഒരു അതോടത്ത്. അപ്പം അവരുടെ എല്ലാം വേദന എന്നെ പ്രതിഫലിക്കും. അതിനോടത്ത് ഞാൻ ആകാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടും ആ വേദന ഓർത്തുകൊണ്ടിരിക്കാറില്ല. പറ്റുന്നത് ചെയ്യാറുണ്ട്. പറ്റാത്തതിനെ പറ്റി എനിക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറ്റുന്നത് ചെയ്യാറുണ്ട്. പ്രതിഫലിക്കുന്നുണ്ട്, കാരണം അവിടെ ദുഃഖം എൻ്റെ തീരാറുണ്ട്. പക്ഷെ പിന്നെ പറ്റുന്നത് ചെയ്യാറുമുണ്ട്. ഈ ലോകം മുഴുവൻ ആരും കൊണ്ട് മറിക്കാൻ പറ്റിയില്ല. അത് സമുദ്രം പറ്റിക്കാൻ ശ്രമിക്കുന്ന പോലാണ്. പട്ടിയുടെ വാല് കൊള്ളയിട്ട് ശ്രമിക്കാൻ നിവർത്താൻ ശ്രമിക്കും. So many people in believing that you're God believe that you're enlightened, and we have, nirvana is a word that we use very often. Amma, are you enlightened? Have you experienced nirvana, and what is it like? അനുഭവം അനുഭവസ്ഥരും രണ്ടില്ലല്ലോ, 2 വരുന്നില്ല. ഞാൻ ആരെന്നുള്ള അറിയണം. അപ്പോൾ അതിൽ നിന്ന് ഭിന്നമല്ലല്ലോ മറ്റുള്ളവരെ. അത് സാക്ഷാത്കാരം ഒന്നിന് പുറത്തൊരു വസ്തുവിനെ അല്ലെങ്കിൽ അതിനെ എടുത്തിട്ട് അതിനകത്ത് ജീവിക്കുന്നതല്ല. സാക്ഷാത്കാരം എന്ന് പറയുന്നത് വരണ്ടോ പോകുന്നതല്ല, തന്നെ ഉള്ളതാണ്. അത് ഞാൻ ആരെന്നുള്ള അറിയും, അതെന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പല നിർവ്വാണം പറയും, സാക്ഷാത്കാരം പറയും, മറ്റുള്ള പറയും. ഇതായിട്ട് പറയട്ടെ. പിന്നെ ഈശ്വരന് ഓരോരുത്തർ ഇപ്പോൾ ഒരു പുഷ്പം കണ്ട ഒരാളതിനെ കവികൾ കവിത എഴുതും, ഈശ്വരന് പുഷ്പം അർച്ചിക്കും, പൂവ് തിന്നും, ശാസ്ത്രജ്ഞൻ റിസർച്ച് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം പോലെ നിങ്ങൾ. ഞാനെല്ലാം ശ്രദ്ധിക്കാം. എനിക്ക് എന്ത് ചെയ്യാൻ, രണ്ടായാലും നാശമുണ്ട്. തുർബിച്ച് പോകാനൊക്കെ തിരിഞ്ഞു പോകാറ്, അത്രേ ഉള്ളൂ. അല്ല വേറെ എനിക്ക് പറയാം. And what do I finally need to earn Amma's grace and blessing that I, with all other sentient beings, may also attain enlightenment and peace and calm? അത് പറഞ്ഞത് ശരിയാണ്. കൃപയുണ്ട് ഇപ്പോഴും. പക്ഷെ അവരുടെ കൃപ അവർ സ്വീകരിക്കാൻ ഇല്ല. അവരുടെ കൃപയാണ് ആദ്യം അവർ നേടേണ്ടത്. എല്ലാവരും ആ ഈഗോ എന്ന കൃപ അതിരിക്കും കാലം മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ വയ്യ. ഇപ്പോൾ ഒരു നല്ല പാട്ട് കേട്ടാൽ അതുമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നല്ലൊരു ഏറ്റവും വലിയ പാട്ടുകാരൻ വന്ന് പാടുകയാണ്. അപ്പം അതിങ്ങനെ അടുത്തൊരു വിരോധി ഇരിക്കുകയാണ്. ഇവനെന്താ ഇവിടെ ഇരിക്കുന്നത്, അത് ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പം പാട്ടുകാരൻ്റെ കുറ്റമല്ല, ഏതൊരു മനസ്സിൻ്റെ കുറ്റമാണ്. അപ്പം ആദ്യം അവരുടെ കൃപയും കൂടി വേണം. കൃപ ഉണ്ട്. അമ്മയുടെ കൃപയും സങ്കല്പം ഓരോ നിമിഷവും ഓരോ ശാസ്ത്രവും ലോകത്തിന് വേണ്ടി മക്കളോട് തന്നെ ഉണരണം. And what does Amma say that we say to someone who is divine? Do we say thank you? Do we express our gratitude? And in what ways is that best done? ഇല്ല, അങ്ങനെയല്ല. മക്കൾ ലോകത്തിന് വേണ്ടി വരികയല്ലേ. മക്കൾ ലോകത്തിന് വേണ്ടി വരുന്നില്ല. കാരണം അമ്മയ്ക്ക് അമ്മ ഒരു അതിഥിയല്ല, ഒരു ഭിന്നമല്ല. മോൻ ഹൃദയ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അമ്മ അതിനൊരു ഉപാധിയാണ്. മോൻ്റെ ഒരു ഭാവം തന്നെ അമ്മയും ഭാഗം തന്നെ അമ്മയും. Well, we have to acknowledge the instrument. Thank you.